മജ്ജ്ഹിമനികായ 21 കകചൂപമ സുത്ത്. കകചൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിവാൾ, അറക്കവാൾ എന്നൊക്കെയാണ് അർത്ഥം. അതുമായിട്ട് ഉപമ ചെയ്യുന്ന സൂത്തം. ആരെങ്കിലും നമ്മളോട് ദേഷ്യത്തോട് സംസാരിക്കുകയാണ്, ക്രോധത്തോട് സംസാരിക്കുകയാണ്, അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടത് എന്നതാണ് ഈ സൂത്രത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ മൈത്രി ചിത്തത്തോടു കൂടി, അതായത് അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകണം എന്ന ചിത്തത്തോടു കൂടി അതിനെ നേരിടണം എന്നാണ് ബുദ്ധൻ ഈ സൂത്രത്തിൽ പറയുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ശ്രാവസ്തിയിൽ ജേതവനത്തിൽ അനാഥപിണ്ഡകൻ്റെ ആശ്രമത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ഫഗ്ഗുണ എന്ന ഒരു ഭിക്ഷു, ആ ഭിക്ഷു ഭിക്ഷുണികളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുകയായിരുന്നു, അവരുമായിട്ട് അടുത്ത് ഇടപഴകുകയായിരുന്നു. ഫഗ്ഗുണൻ ഭിക്ഷുണികളുമായിട്ട് അത്ര ഇടപഴകുമായിരുന്നു. അത് കാരണം ഏതെങ്കിലും ഒരു ഭിക്ഷു ആ ഭിക്ഷുണികളെ നിന്ദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവരെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫഗ്ഗുണന് ദേഷ്യം വരും, അവൻ്റെ സമനില തെറ്റും. ആ നിന്ദിച്ച ഭിക്ഷുവിനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാൻ വരെ ഫഗ്ഗുണൻ പറയുമായിരുന്നു. അതേപോലെ ഏതെങ്കിലും ഭിക്ഷു ഫഗ്ഗുണനെ ഭിക്ഷുണികളുടെ മുന്നിൽ വെച്ച് നിന്ദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭിക്ഷുണികൾ ക്രോധിതരാകുമായിരുന്നു, അവരുടെ സമനില തെറ്റുമായിരുന്നു. എന്നിട്ട് അവർ ആ ഭിക്ഷുവിനെതിരെ ശിക്ഷാ നടപടി എടുപ്പിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. ഇപ്രകാരമാണ് ഫഗ്ഗുണൻ എന്ന ഭിക്ഷു ഭിക്ഷുണികളുമായിട്ട് അടുത്ത് ഇടപഴകിയത്. അപ്പോൾ ഒരു ഭിക്ഷു ബുദ്ധൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ വന്ദിച്ചതിന് ശേഷം ഒരു വശത്തിരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഫഗ്ഗുണൻ ഭിക്ഷുണികളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നു. ആ ഭിക്ഷുണികളെ ഫഗ്ഗുണൻ്റെ മുന്നിൽ ആരെങ്കിലും നിന്ദിച്ചു കഴിഞ്ഞാൽ ഫഗ്ഗുണന് ദേഷ്യം വരുന്നു, അവൻ്റെ സമനില തെറ്റുന്നു. ആ നിന്ദിക്കുന്ന വ്യക്തിക്ക് ശിക്ഷാ നടപടി കൊടുക്കണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ആ ഭിക്ഷുണികളുടെ മുന്നിൽ ആരെങ്കിലും ഫഗ്ഗുണനെ നിന്ദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭിക്ഷുണികൾ ക്രോധിതരാകുന്നു, അവരുടെ സമനില തെറ്റുന്നു. ആ നിന്ദിച്ച വ്യക്തിക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണം എന്ന് പറയുന്നു. ഇത്രയധികം അടുത്ത് ഇടപഴകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ ഒരു ഭിക്ഷുവിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദയവ് ചെയ്ത് ഫഗ്ഗുണൻ എന്ന ഭിക്ഷുവിനെ ഇങ്ങനെ അറിയിക്കുക, എൻ്റെ പേരിൽ ഇങ്ങനെ പറയുക, ശാസ്താവ് നിങ്ങളെ വിളിക്കുന്നു. ഇവിടെ ശാസ്താവ് എന്നത് ബുദ്ധൻ തന്നെയാണ്. ബുദ്ധൻ ആ ഫഗ്ഗുണനെ വിളിക്കുന്നു എന്ന് പറയുക. ശരി എന്ന് ആ ഭിക്ഷു പ്രത്യുത്തരം കൊടുത്തു. എന്നിട്ട് ഫഗ്ഗുണൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ശാസ്താവ് താങ്കളെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ശരി മിത്രമേ എന്ന് ഫഗ്ഗുണൻ പ്രത്യുത്തരം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം ബുദ്ധൻ്റെ അടുത്ത് പോയി വന്ദിച്ചു. എന്നിട്ട് ഒരു വശത്ത് ഇരുന്നു. അപ്പോൾ ബുദ്ധൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഫഗ്ഗുണ, ഇത് സത്യമാണോ? നിങ്ങൾ ഭിക്ഷുണികളുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകുന്നു, അത്രയധികം ഇടപഴകുന്നു. ഏതെങ്കിലും ഒരു ഭിക്ഷു ആ ഭിക്ഷുണികളെ നിങ്ങളുടെ മുന്നിൽ വെച്ച് നിന്ദിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ക്രോധിതനാകുന്നു, നിങ്ങളുടെ മനോനില തെറ്റുന്നു. അതുകൂടാതെ ആ നിന്ദിച്ച വ്യക്തിക്കെതിരെ ശിക്ഷാ നടപടി എടുക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭിക്ഷു ഭിക്ഷുണികളുടെ മുന്നിൽ വെച്ച് നിങ്ങളെ നിന്ദിക്കുകയാണെങ്കിൽ ഭിക്ഷുണികൾ വളരെ ക്രോധിതരാകുന്നു, അവരുടെ മനോനില തെറ്റുന്നു. എന്നിട്ട് ഈ നിന്ദിച്ച വ്യക്തിക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അവർ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ ഭിക്ഷുണികളുമായിട്ട് ഇത്രയധികം അടുത്ത് ഇടപഴകുന്നുണ്ടോ? ഫഗ്ഗുണൻ പറഞ്ഞു, ഉണ്ട് ബന്ധേ. ഫഗ്ഗുണ, നിങ്ങൾ ഒരു കുലപുത്രനല്ലേ? ഗൃഹസ്ഥ ജീവൻ ഉപേക്ഷിച്ച് നിങ്ങൾ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തതല്ലേ? അതേ ബന്ധേ. ഫഗ്ഗുണ, കുലപുത്രനായിട്ടുള്ള താങ്കൾ ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് ഭിക്ഷു ആയതിനു ശേഷം ഈ രീതിയിൽ ഭിക്ഷുണികളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുന്നത് നല്ലതല്ല, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതിനാൽ ആരെങ്കിലും ആ ഭിക്ഷുണികളെ നിന്ദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മുന്നിൽ വെച്ച് നിന്ദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൃഹസ്ഥ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ ചിന്തകളെയും അതേപോലെ തന്നെ ആഗ്രഹങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം, എൻ്റെ മനസ്സിൽ ഇതൊന്നും ബാധിക്കില്ല,
ഞാൻ ഒരിക്കലും ക്രോധവചനം പറയില്ല, അല്ലെങ്കിൽ ദേഷ്യത്താൽ ഞാൻ ചീത്ത വിളിക്കില്ല. അവരോട് എനിക്ക് ഹിതാനുകമ്പ ഉണ്ടാകും. ഞാൻ മൈത്രി ചിത്തത്താൽ വിഹരിക്കും. അവരോട് ഉള്ളിൽ ഒരു ദേഷ്യവും എനിക്ക് ഉണ്ടാകില്ല. ഫഗുണ, ഇങ്ങനെയാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. ഇവിടെ ഒരു വാക്ക് പറഞ്ഞു, മെത്ത ചിത്ത. മെത്ത ചിത്ത എന്ന് പറയുന്ന സമയത്ത് ചിത്തത്തിൽ മൈത്രി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു തരം ധ്യാനമുണ്ട്, അതിനെയാണ് മൈത്രി ധ്യാനം എന്ന് പറയുക. അതായത് നമ്മൾ എല്ലാവർക്കും മംഗളം നേരുന്നു, അവർക്ക് സമാധാനം നേരുന്നു, ശാന്തി നേരുന്നു, എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ, സുഖമുണ്ടാകട്ടെ, അവരുടെ ദുഃഖങ്ങൾ മാറട്ടെ എന്ന രീതിയിലുള്ള ആ നല്ല ചിത്തം, അതിനെയാണ് മൈത്രി ചിത്തം എന്ന് പറയുക. ഇത് ഒരു സാധനയാണ്. ഈ സാധന കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് അർഹന്തനായിട്ട് തീരാൻ സാധിക്കും. ഈ സാധന നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഭാരതത്തിൽ ഇന്ന് ബന്ദേ വിമലാരംസി ഇത് പഠിപ്പിക്കുന്നുണ്ട്. ധമ്മസുഖ ഏഷ്യ എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ കിട്ടും. ഇത് വളരെ നല്ല ധ്യാനമാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും. ഫഗുണ, ആ ഭിക്ഷുണികളെ ആരെങ്കിലും കൈമുഷ്ടികളാലോ അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ടോ വടികൾ കൊണ്ടോ വാളുകൾ കൊണ്ടോ നിങ്ങളുടെ മുന്നിൽ ആക്രമിക്കുകയാണെങ്കിൽ ആ സമയത്തും നിങ്ങൾ നിങ്ങളുടെ ഗൃഹസ്ഥ ജീവിതത്തിലെ യാതൊരുവിധ ചിന്തയോ ആഗ്രഹമോ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരരുത്. അതിനെ ഉപേക്ഷിക്കണം. ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം, ഗൃഹസ്ഥ ജീവിതത്തിൽ ആരെങ്കിലും ഇങ്ങനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ദ്വേഷമുണ്ടാകും, അവരോട് വെറുപ്പുണ്ടാകും, നമ്മൾ അവരോട് ക്രുദ്ധരാകും, നമ്മൾ തിരിച്ച് അവരോട് പ്രതികരിക്കും. അങ്ങനെ ചെയ്യരുത്. ആ ചിന്തകളെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. കാരണം താങ്കൾ ഒരു ഭിക്ഷുവാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം: എൻ്റെ മനസ്സിനെ ഇതൊന്നും ബാധിക്കില്ല. ഞാൻ ഒരിക്കലും ക്രോധവചനങ്ങൾ പറയില്ല. ഞാൻ എല്ലാവരോടും അനുകമ്പയോടുകൂടി പെരുമാറും. എൻ്റെ മനസ്സിൽ ഞാൻ മൈത്രി ഉണ്ടാക്കും. രഹസ്യമായിട്ട് അവരെപ്പറ്റി ദ്വേഷം ഞാൻ സൂക്ഷിക്കില്ല. ഫഗുണ, ഇപ്രകാരമാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. അതിനാൽ ഫഗുണ, ആരെങ്കിലും നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ തന്നെ നിന്ദിക്കുകയാണ്, നിങ്ങളെ ചീത്ത പറയുകയാണ് എങ്കിൽ ഗൃഹസ്ഥ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആഗ്രഹങ്ങളെയും ചിന്തകളെയും നിങ്ങൾ ഉടൻ തന്നെ ഉപേക്ഷിക്കണം. അതായത് നമ്മളെ ആരെങ്കിലും ഗൃഹസ്ഥ ജീവിതത്തിൽ നിന്ദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദേഷ്യം വരും, അവരോട് വെറുപ്പ് വരും. ആ ചിന്തകളെ ഉപേക്ഷിക്കാനാണ് ബുദ്ധൻ പറയുന്നത്. കാരണം എന്താണ്? ആ ചിന്തകൾ അകുശല ചിന്തകളാണ്. രാഗ, ദ്വേഷ, മോഹ മൂലകമായിട്ടുള്ള ചിന്തകളാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം: എൻ്റെ മനസ്സിനെ ഇതൊന്നും ബാധിക്കില്ല. ഞാൻ അവരോട് അനുകമ്പയോടുകൂടി വിഹരിക്കും. ഞാൻ അവരോട് ഒരിക്കലും ദേഷ്യത്തോടെ വാക്കുകൾ പറയില്ല. എൻ്റെ ചിത്തത്തിൽ അവരോട് മൈത്രി ഉണ്ടാകും. രഹസ്യമായിട്ട് യാതൊരുവിധ വിദ്വേഷവും എൻ്റെ മനസ്സിലുണ്ടാകില്ല. ഇപ്രകാരമാണ് ഫഗുണ നിങ്ങൾ അഭ്യസിക്കേണ്ടത്. അതിനാൽ ഫഗുണ, ആരെങ്കിലും നിങ്ങളെ മുഷ്ടി കൊണ്ടോ വടികൊണ്ടോ കല്ലുകൊണ്ടോ വാളുകൊണ്ടോ ആക്രമിക്കുകയാണെങ്കിൽ പോലും അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഗൃഹസ്ഥ ജീവിതത്തിലെ ആഗ്രഹങ്ങളോ ചിന്തകളോ ഉപേക്ഷിക്കണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ അഭ്യസിക്കണം: എൻ്റെ മനസ്സിനെ ഇതൊന്നും ബാധിക്കില്ല. ഞാൻ ഒരിക്കലും അവരോട് ക്രോധവചനം പറയില്ല. ഞാൻ അവരോട് അനുകമ്പയുള്ള ഒരു വ്യക്തിയായിരിക്കും. എൻ്റെ മനസ്സിൽ മൈത്രി മാത്രമേ അവർക്ക് വേണ്ടി ഉണ്ടാകുകയുള്ളൂ. ഒരിക്കലും ഞാൻ രഹസ്യമായിട്ട് ദ്വേഷം സൂക്ഷിക്കില്ല. ഫഗുണ, ഇങ്ങനെയാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. അതിനുശേഷം ബുദ്ധൻ ഭിക്ഷുക്കളെ ഇങ്ങനെ അഭിസംബോധന ചെയ്തു: ഭിക്ഷുക്കളെ, ഒരു സമയത്ത് ഞാൻ ഈ ഭിക്ഷുക്കളിൽ വളരെ സന്തുഷ്ടരായിരുന്നു, വളരെ തൃപ്തരായിരുന്നു. ഒരിക്കൽ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ദിവസത്തിൽ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഏകാശന ഭോജനം ഭുഞ്ചാമി. അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ വളരെ ആരോഗ്യവാനായി. എനിക്ക് രോഗമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ശരീരത്തിൽ ലഘുത്വമുണ്ടായിരുന്നു, ശരീരത്തിൽ ബലമുണ്ടായിരുന്നു. സുഖകരമായിട്ടുള്ള ഒരു ജീവിതം എനിക്ക് ഉണ്ടായിരുന്നു. നിങ്ങളും അതുപോലെ തന്നെ ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും, നിങ്ങൾ ആരോഗ്യമുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ രോഗങ്ങൾ മാറുന്നു, നിങ്ങളുടെ ശരീരത്തിന് ലഘുത്വം ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ബലം ഉണ്ടാകും, നിങ്ങൾ സുഖകരമായിട്ട് ജീവിക്കും.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. അതായത് ബുദ്ധൻ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക. പക്ഷേ ചില ഭിക്ഷുക്കൾ 2 നേരം ഭക്ഷണം കഴിക്കും, രാവിലെയും ഉച്ചയ്ക്കും. പക്ഷേ ഒരു ഭിക്ഷുക്കളും, ബുദ്ധൻ മാത്രമല്ല ബുദ്ധന് ശേഷമുള്ള ഒരു ഭിക്ഷുക്കളും രാത്രി ഭക്ഷണം ഒരിക്കലും കഴിക്കില്ല. അതിനെ അവർ വികാല ഭോജനം എന്നാണ് പറയുന്നത്. ഒരു ഭിക്ഷുവിനും 12 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ അനുവദനീയമല്ല. നിങ്ങൾ പലതരം ശരീര പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ദിവസത്തിൽ ഒരു നേരം മാത്രം 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർവ്വ ആരോഗ്യ പ്രശ്നങ്ങളും അതോടുകൂടി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്, ബീയിങ് ഹംഗ്രി മേക്സ് യു ഹെൽത്തി എന്ന് പറഞ്ഞിട്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു ഓട്ടോഫാജി എന്ന ഒരു ഫിനോമിനയുണ്ട്. അതായത് നമ്മൾ ഒരു സമയത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം അത് ദഹിച്ചതിന് ശേഷം കുറേ സമയത്ത് നമ്മുടെ ശരീരത്തിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ശരീരത്തിലെ എല്ലാ കേടുപാടുകളെയും നമ്മുടെ ശരീരം തന്നെ തീർക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ കൂടുതൽ അധ്വാനം ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ ഭക്ഷണം എന്ന ഈ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് 2 നേരമോ 3 നേരമോ ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആലസ്യം കൂടും. ആ വ്യക്തിയുടെ മനസ്സ് ആധ്യാത്മിക ജീവിതത്തിലേക്ക് പോവില്ല. അപ്പോൾ പലതര അകുശല ചിന്തകളും ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകും. പിന്നെ ഇതേപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും. ആ ഭിക്ഷുക്കൾക്ക് വീണ്ടും വീണ്ടും നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ലായിരുന്നു. ആ ഭിക്ഷുക്കളോട് നിങ്ങളുടെ സതി അല്പം ജാഗ്രതമാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയേണ്ടത് ഉണ്ടായിരുന്നുള്ളൂ. അതായത് അവരുടെ ആ സതി എന്ന് പറയുന്ന മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ആ ജാഗ്രതയെ അല്പം ഉത്തേജിപ്പിക്കുക മാത്രമേ അദ്ദേഹത്തിന് ചെയ്യേണ്ടിയിരുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, ഒരു നല്ല കുതിരയെ പൂട്ടിയ ഒരു രഥം സമമായിട്ടുള്ള പാതയിൽ നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അതിൽ ഒരു ചാട്ടവാറും ഉണ്ട്. ചാട്ടവാർ എന്ന് പറയുന്ന സമയത്ത് ഒരു വടിയിൽ ഒരു കയറ് പോലെ കെട്ടിയിട്ടുണ്ടാവും, ചമ്മട്ടി എന്നൊക്കെ പറയും. ആ സമയത്ത് കുതിരയെ മെരുക്കുന്ന ഒരു വ്യക്തി, തേര് സമർത്ഥമായിട്ട് ഓടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി, ആ വ്യക്തി രഥത്തിൽ കയറും. എന്നിട്ട് കുതിരകളുടെ കടിഞ്ഞാൺ വലത് കൈ കൊണ്ട് പിടിക്കും. എന്നിട്ട് ഇടത് കൈയിൽ ആ ചാട്ടവാറ് പിടിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് രഥത്തിനെ മുന്നോട്ടോ പിന്നോട്ടോ കൊണ്ടുപോകാൻ സാധിക്കും. എങ്ങോട്ട് പോകാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാലും എപ്പോൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ആ സമയത്ത് അതേ രീതിയിൽ ആ രഥത്തെ ഓടിക്കാൻ ആ വ്യക്തിക്ക് കഴിയും. അതിനാൽ എനിക്ക് വീണ്ടും വീണ്ടും ആ ഭിക്ഷുക്കളെ ഉപദേശിക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല. അവരുടെ സതിയെ അല്പം ഉത്തേജിപ്പിക്കുക മാത്രമേ എനിക്ക് ചെയ്യേണ്ടിയിരുന്നുള്ളൂ. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങളും അകുശലം ഉപേക്ഷിക്കണം. എന്നിട്ട് കുശലകരമായിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം. കുശലകരമായിട്ടുള്ള കാര്യവുമായിട്ട് നിങ്ങൾ കൂടിച്ചേരണം. ഇവിടെ കുശലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുണ്യം, അകുശലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപം. ഇതുമൂലം നിങ്ങൾ ഉയരും, നിങ്ങളുടെ സാധന വളരെയധികം പുരോഗമിക്കും, നിങ്ങൾ ഈ ധർമ്മവിനയത്തിൽ പരിപൂർണമാകും. അതായത് നിങ്ങൾക്ക് മുക്തി ലഭിക്കും എന്ന് അർത്ഥം. ഇങ്ങനെ കരുതുക, ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പട്ടണത്തിൻ്റെ അധികം ദൂരെയല്ലാതെ സാലവൃക്ഷങ്ങളുടെ ഒരു വനം ഉണ്ട് എന്ന് കരുതുക. ആ സാലവൃക്ഷങ്ങളെ ആവണക്കിൻ്റെ ചെടികൾ ധാരാളം കളയായിട്ട് വളർന്ന് അതിനെ മറയ്ക്കുകയാണ്, അതിന് ശ്വാസം മുട്ടിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒരു വ്യക്തി വന്നു. അവൻ ആ സാലവൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, അതിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ വ്യക്തി സാലവൃക്ഷങ്ങളുടെ വളഞ്ഞ കൊമ്പുകളെ വെട്ടിക്കളയുന്നു, കളകളെ എല്ലാം നീക്കുന്നു, അവയെ പുറത്തു കളയുന്നു. വനത്തിൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാ ആവശ്യമില്ലാത്ത സാധനത്തെയും അവർ നീക്കം ചെയ്യുന്നു. നേരെ വളരുന്ന നല്ല സാലവൃക്ഷങ്ങളെ ആ വ്യക്തി നല്ലപോലെ സംരക്ഷിക്കുന്നു, അതിനെ ശ്രദ്ധിക്കുന്നു. അതുമൂലം സമയമാകുന്ന സമയത്ത് ആ സാലവനം നല്ലപോലെ വളരും, വർദ്ധിക്കും, പരിപൂർണമാകും. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങളും അകുശലമായത് ഉപേക്ഷിക്കണം. എന്നിട്ട് കുശലകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇതുമൂലം നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകും, നിങ്ങൾ പുരോഗമിക്കും, ഈ ധർമ്മവിനയത്തിൽ നിങ്ങൾ പൂർണ്ണത നേടും. വളരെ കാലങ്ങൾക്ക് മുൻപ് ഭിക്ഷുക്കളെ, ഇവിടെ ഈ ശ്രാവസ്തിയിൽ ഒരു ഗൃഹസ്ഥ ജീവിക്കുണ്ടായിരുന്നു.
അവരുടെ പേര് വെദേഹിക എന്നായിരുന്നു. അവളെപ്പറ്റി ഇത്തരം ഒരു കീർത്തി ശബ്ദമാണ് എല്ലായിടത്തും നിറഞ്ഞിരുന്നത്. സൽപ്പേരാണ് എല്ലായിടത്തും നിറഞ്ഞിരുന്നത്. വിദേഹിക എന്ന ഗൃഹസ്ഥ വളരെ നല്ലവളാണ്, ഒരിക്കലും ദേഷ്യപ്പെടാറില്ല, ശാന്ത സ്വഭാവക്കാരിയാണ്. വെദേഹികയ്ക്ക് ഒരു പരിചാരിക അല്ലെങ്കിൽ വേലക്കാരി ഉണ്ടായിരുന്നു. അവളുടെ പേര് കാളി എന്നായിരുന്നു. അവൾ വളരെ സമർത്ഥയായിരുന്നു, മടിയില്ലാത്തവളായിരുന്നു, കാര്യങ്ങളെല്ലാം നല്ലപോലെ ചെയ്യുന്ന ഒരു വേലക്കാരിയായിരുന്നു. അപ്പോൾ കാളി ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ യജമാനത്തിയെപ്പറ്റി നല്ല ഒരു പ്രസിദ്ധിയാണ് എല്ലായിടത്തും ഉള്ളത്. വെദേഹിക വളരെ നല്ല സ്വഭാവക്കാരിയാണ്, അവൾ ദേഷ്യപ്പെടില്ല, ശാന്തയാണ്. എന്നാൽ എൻ്റെ യജമാനത്തിയുടെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാകാം, പക്ഷേ പുറത്ത് കാണിക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ഒട്ടും തന്നെ ദ്വേഷം ഉണ്ടാകില്ല. അതല്ലെങ്കിൽ എൻ്റെ ജോലിയെല്ലാം ഞാൻ ശരിയായിട്ട് ചെയ്തു തീർക്കുന്നു, അത് കാരണം അവൾ എന്നോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നില്ല. ഒരു പക്ഷേ അവളുടെ ഉള്ളിൽ ദ്വേഷം ഉണ്ടാകാം, പക്ഷേ അത് പ്രകടിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് എനിക്ക് യജമാനത്തെ ഒന്ന് പരീക്ഷിച്ചുകൂടാ? അതിനാൽ കാളി പകലാണ് എണിച്ചത്. നേരത്തെ അവൾ ഒരുപക്ഷെ അതിരാവിലെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു, പക്ഷേ പരീക്ഷിക്കാൻ വേണ്ടി പകൽ സമയത്താണ് എഴുന്നേറ്റത്. അപ്പോൾ വേദേഹിക അവളോട് പറഞ്ഞു, കാളി ഇതെന്താണ് എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞു. അപ്പോൾ കാളി അവരോട് പറഞ്ഞു, എന്തു പറ്റി? നീ ഇന്ന് പകലാണ് എഴുന്നേറ്റത്, എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് അപശബ്ദം പറഞ്ഞു. ഒന്നുമില്ല യജമാനത്തി. ഒന്നുമില്ലേ? വേലക്കാരത്തി, നീ ശരിയല്ല, നീ പകലാണ് എഴുന്നേറ്റത്. വിധേയയ്ക്ക് ദേഷ്യവും അതേപോലെ തന്നെ സമനിലയും തെറ്റി അവർ ശകാരിച്ചു. അപ്പോൾ കാളി ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ യജമാനത്തിയുടെ ഉള്ളിൽ ദേഷ്യം ഉണ്ട്, പക്ഷേ അവൾ പ്രകടിപ്പിക്കുമായിരുന്നില്ല. ഇതിനർത്ഥം അവളുടെ ഉള്ളിൽ ദ്വേഷം ഇല്ലായിരുന്നു എന്നല്ല. ഞാൻ നല്ല പോലെ കാര്യങ്ങൾ ജോലികൾ ചെയ്യുന്നു, അതിനാൽ അവൾ ഒരിക്കലും ദ്വേഷം പ്രകടിപ്പിച്ചില്ല. അവളുടെ ഉള്ളിൽ ക്രോധമുണ്ട്, എന്നാലും അവൾ ദ്വേഷം പ്രകടിപ്പിച്ചില്ല. എന്തുകൊണ്ട് എൻ്റെ യജമാനത്തെ കുറച്ചുകൂടി പരീക്ഷിച്ചുകൂടാ? അതിനാൽ കാളി വീണ്ടും പകൽ കുറച്ചുകൂടി വൈകിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ വേദേഹിക അവളോട് പറഞ്ഞു, കാളി ഇത് എന്താണ്? എന്തുപറ്റി? നീ വീണ്ടും പകൽ വളരെ വൈകിട്ടാണല്ലോ എഴുന്നേറ്റത്, എന്താണ് കാര്യം എന്ന് പറഞ്ഞ് ശകാരിച്ചു. ഒന്നുമില്ല. ഒന്നുമില്ലേ? നീ ഒട്ടും തന്നെ ശരിയല്ല, നീ വീണ്ടും പകൽ ഒരുപാട് വൈകിട്ടാണ് എഴുന്നേറ്റത് എന്ന് പറഞ്ഞ് അവൾക്ക് ദേഷ്യം വന്നു. അവളുടെ മനസ്സിൻ്റെ സമനില തെറ്റി. ഒരുപാട് ചീത്ത വാക്കുകൾ പറഞ്ഞു. അപ്പോൾ കാളി ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ യജമാനത്തിയുടെ ഉള്ളിൽ ദേഷ്യം ഉണ്ട്, പക്ഷേ അവൾ പ്രകടിപ്പിക്കുന്നില്ലായിരുന്നു. അവളുടെ ഉള്ളിൽ ദേഷ്യം ഇല്ല എന്നല്ല ഇതിന് അർത്ഥം. ഞാൻ എൻ്റെ ജോലികൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു, അതിനാലാണ് അവൾ ആ ദ്വേഷം പ്രകടിപ്പിക്കാതിരുന്നത്. അവളുടെ ഉള്ളിൽ ദ്വേഷമുണ്ടായിരുന്നു. എന്തുകൊണ്ട് എൻ്റെ യജമാനത്തിയെ കുറച്ചുകൂടി പരീക്ഷിച്ചുകൂടാ? അപ്പോൾ കാളി അടുത്ത ദിവസം കുറച്ചുകൂടി വൈകിട്ടാണ് പകൽ എഴുന്നേറ്റത്. വേദേഹിക അവളോട് പറഞ്ഞു, കാളി ഇതെന്താണ്? എന്തുപറ്റി യജമാനത്തി? നീ വീണ്ടും പകൽ വളരെ വൈകിട്ടാണല്ലോ ഉണർന്നത്, എന്താണ് നിൻ്റെ പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലേ? നീ വളരെ പ്രശ്നക്കാരിയാണ്, അതിനാലാണ് നീ ഇന്ന് വളരെ വൈകി വീണ്ടും ഉണർന്നത്. അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു, മനസ്സിൻ്റെ സമനില തെറ്റി. അപ്പോൾ വാതിലിൻ്റെ വിജാഗരി എടുത്ത് അതുകൊണ്ട് കാളിയുടെ നെറുകയിൽ അടിച്ചു. നെറുകയിൽ അടിച്ചു കഴിഞ്ഞപ്പോൾ തലയോട്ടി പൊട്ടി. തലയോട്ടി പൊട്ടിയ കാളി തലയോട്ടിൽ കൂടെ രക്തം ഒഴുകുകയായിരുന്നു. അവരുടെ അയൽക്കാരോട് കാളിയെപ്പറ്റി നിന്ദിച്ച് പറഞ്ഞു, സ്ത്രീകളെ കണ്ടാലും, നല്ല പെരുമാറ്റമുള്ളവൾ ചെയ്തത് കണ്ടാലും, മനസ്സിൽ ദേഷ്യമില്ലാത്തവൾ ചെയ്തത് കണ്ടാലും, മനസ്സിൽ ശാന്തതയുള്ളവർ ചെയ്തത് കണ്ടാലും, പകൽ
അല്പം വൈകി എഴുന്നേറ്റു എന്ന കാരണത്താൽ ഈ ഭൂമിയിൽ ആരെങ്കിലും ബാദലിൻ്റെ വിജാഗിരി കൊണ്ട് തലയിലടിക്കുമോ? തലയിലടിച്ച് തല പൊട്ടിക്കുമോ? അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം വിധേയയ്ക്ക് ഈ രീതിയിലുള്ള അപകീർത്തി ഉണ്ടായി. ഗൃഹസ്ഥ വൈദേഹിക വളരെ പ്രശ്നക്കാരിയാണ്, വളരെ ദേഷ്യക്കാരിയാണ്, വളരെ അശാന്തിയാണ്, ഒട്ടും ശാന്തയല്ല. അതുപോലെ തന്നെ ഒരു ഭിക്ഷു വളരെയധികം നല്ല സ്വഭാവക്കാരനായിരിക്കാം, ഏറ്റവും അധികം നല്ല സ്വഭാവക്കാരനായിരിക്കാം, ദേഷ്യമില്ലാത്തവരിൽ ഏറ്റവും ദേഷ്യം ഇല്ലാത്തവനായിരിക്കാം, ശാന്തന്മാരിൽ ഏറ്റവും ശാന്തൻ ആയിരിക്കാം. ഏതുവരെ അവർക്ക് ഇഷ്ടമില്ലാത്ത നിന്ദ അവർ നേരിടുന്നോ അതുവരെയായിരിക്കും അവരുടെ ഈ ഗുണങ്ങൾ ഉള്ളത്. എന്നാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത നിന്ദ ലഭിക്കുന്ന സമയത്ത്, ആ സമയത്താണ് നമ്മൾക്ക് അവർ നല്ല സ്വഭാവക്കാരാണോ, ദേഷ്യമില്ലാത്തവരാണോ, ശാന്തന്മാരാണോ എന്ന് അറിയാൻ സാധിക്കുക. ഏതെങ്കിലും ഒരു ഭിക്ഷു വസ്ത്രത്തിനോ ഭിക്ഷാടനത്തിനോ അല്ലെങ്കിൽ താമസ സ്ഥലത്തിനോ മരുന്നിനോ അല്ലെങ്കിൽ രോഗികൾക്കുള്ള മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി മാത്രം അവർ മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാൻ തയ്യാറാണ്, അവരെ ഉപദേശിക്കാൻ എളുപ്പമാണ് എന്ന് ഞാൻ പറയുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അതെന്തെന്നാൽ അവർക്ക് വസ്ത്രങ്ങൾ കിട്ടിയിട്ടില്ല, ഭിക്ഷാടനം കിട്ടിയിട്ടില്ല, താമസിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല, മരുന്ന് കിട്ടിയിട്ടില്ല, അതേപോലെ തന്നെ രോഗികൾക്ക് മറ്റാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ അവരെ ഉപദേശിക്കാനേ സാധിക്കില്ല. എന്നാൽ ഒരു വ്യക്തി ധർമ്മത്തെ പൂജിക്കുകയാണ്, ധർമ്മത്തെ മാനിക്കുകയാണ്, ധർമ്മത്തെ ആരാധിക്കുകയാണ്, ധർമ്മത്തെ ബഹുമാനിക്കുകയാണ് എങ്കിൽ അതുകൊണ്ട് മാത്രം അവരെ വളരെ എളുപ്പത്തിൽ ഉപദേശിച്ച് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെ എളുപ്പത്തിൽ ഉപദേശിച്ച് നേരെയാക്കാൻ നമ്മൾക്ക് സാധിക്കും. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കുക: ഞങ്ങൾ ഈ ധർമ്മത്തിൽ ആരാധിക്കുന്നതിനാൽ, അതിനെ പൂജിക്കുന്നതിനാൽ, അതിനെ ബഹുമാനിക്കുന്നതിനാൽ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ എളുപ്പത്തിൽ ഉപദേശിക്കാൻ സാധിക്കുന്നത്. ഇപ്രകാരമാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. ഭിക്ഷുക്കളെ, ഈ 5 തരത്തിലാണ് മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ദോഷം പറയുന്നത്. അവരുടെ സംസാരം സമയത്തായിരിക്കാം, അസമയത്തായിരിക്കാം, സത്യമായിരിക്കാം, നുണയായിരിക്കാം, സ്നേഹത്തോടു കൂടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പരുഷമായതായിരിക്കാം, നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കാം, അല്ലെങ്കിൽ ദോഷകരമായിരിക്കാം, മൈത്രി ചിത്തത്തോടു കൂടിയായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ ദ്വേഷത്തോടു കൂടിയായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും പ്രകാരത്തിൽ ആയിരിക്കാം നിന്ദിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം: ഞങ്ങളുടെ മനസ്സിനെ ഇതൊന്നും ബാധിക്കില്ല, ഞങ്ങൾ ഒരിക്കലും ദേഷ്യം കൊണ്ട് ചീത്ത വിളിക്കില്ല, ഞങ്ങളുടെ മനസ്സിൽ കാരുണ്യം മാത്രമേ ഉണ്ടാകുകയുള്ളൂ, ഞങ്ങളുടെ മനസ്സിൽ മൈത്രി മാത്രമേ ഉണ്ടാകുകയുള്ളൂ, ദ്വേഷം ഒരിക്കലും ഒളിപ്പിച്ചു വയ്ക്കില്ല. അതിനുശേഷം ഞങ്ങൾ ആ വ്യക്തിക്ക് നേരെ മൈത്രി ചിത്തം പ്രസരിപ്പിക്കും. ആ വ്യക്തിയെ ആസ്പദമാക്കി ഞങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ ജീവികൾക്കും മൈത്രി അയക്കുന്നതാണ്. ആ മൈത്രിയിൽ ദ്വേഷമോ വിദ്വേഷമോ ഇല്ല, അതിരുകളില്ല, മഹത്താണ്, വലുതാകുന്നതാണ്, അനന്തമാണ്. ഇപ്രകാരമാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് ഭിക്ഷുവിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിലും സംഭവിക്കും. പലപ്പോഴും പല കാരണത്താലും ആളുകൾ നമ്മളെ ചീത്ത പറയും അല്ലെങ്കിൽ നിന്ദിക്കും. നിന്ദിക്കുന്ന സമയത്ത് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ മനസ്സിൽ അകുശലധർമ്മം ജനിപ്പിക്കാതെ മൈത്രി എന്ന കുശലധർമ്മമാണ് ജനിപ്പിക്കേണ്ടത്. എന്നിട്ട് ആ വ്യക്തിക്ക് മൈത്രി കൊടുക്കുക, ആ വ്യക്തിയെ ആസ്പദമാക്കി എല്ലാ ജീവികൾക്കും മൈത്രി കൊടുക്കുക. ഈ മൈത്രി മൂലം നമ്മൾ അർഹന്തനാകുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. ഒരു വ്യക്തി ഒരു കൈക്കോട്ടും അതേപോലെ തന്നെ ഒരു ബക്കറ്റുമായിട്ട് വരികയാണ് എന്ന് വിചാരിക്കുക. എന്നിട്ട് അയാൾ ഇങ്ങനെ പറയുന്നു: ഞാൻ ഈ വലിയ ഭൂമി അല്ലാതാക്കി തീർക്കും. എന്നിട്ട് അവർ എല്ലായിടത്തും കുഴിക്കാൻ തുടങ്ങുന്നു, എല്ലായിടത്തും മണ്ണ് വിതറുന്നു, എല്ലായിടത്തും തുപ്പുന്നു, എല്ലായിടത്തും മൂത്രമൊഴിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്: ഭൂമിയല്ലാതാകുക, ഭൂമിയല്ലാതാകുക.
അപത്വീഭവസി അപത്വീഭവസി. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? ആ വ്യക്തിക്ക് ഈ ഭൂമിയല്ലാതാക്കി തീർക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല ബന്ദേ. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഈ ഭൂമി വളരെ വലുതാണ്, ആഴമുള്ളതാണ്, അനന്തമാണ്. ഈ ഭൂമിയല്ലാതാക്കി തീർക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവസാനം ഈ വ്യക്തി ക്ഷീണിക്കും, എന്നിട്ട് മനപ്രയാസം ഉണ്ടാകും. ഇതുപോലെയാണ് ഈ 5 തരത്തിലായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്നത്. അവരുടെ നിന്ദ എന്ന് പറയുന്നത് സമയത്തായിരിക്കും, അസമയത്തായിരിക്കും, സത്യമായിരിക്കും, നുണയായിരിക്കും, സ്നേഹത്തോടു കൂടിയായിരിക്കും, വെറുപ്പോടു കൂടിയായിരിക്കും, നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും, അല്ലെങ്കിൽ ദോഷപ്രദമായിരിക്കും, മൈത്രി ചിത്തത്താലായിരിക്കും, അല്ലെങ്കിൽ ഉള്ളിലുള്ള ദ്വേഷത്തോടു കൂടി ആയിരിക്കും. അങ്ങനെ മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്രകാരമാണ് അഭ്യസിക്കേണ്ടത്: ഞങ്ങളുടെ മനസ്സിനെ ഇതൊന്നും ബാധിക്കില്ല, ഞങ്ങൾ ഒരിക്കലും ദുഷ്ടവചനം പറയില്ല, ഞങ്ങൾ സഹാനുഭൂതി ഉള്ളവരായിരിക്കും, കരുണ ഉള്ളവരായിരിക്കും, ഞങ്ങളുടെ ഉള്ളിൽ മൈത്രി ചിത്തമായിരിക്കും ഉണ്ടാകുക, ഒരിക്കലും ദ്വേഷം ഉണ്ടാകില്ല. ഞങ്ങൾ ആ വ്യക്തിക്ക് നേരെ മൈത്രി പ്രസരിപ്പിക്കും, എന്നിട്ട് ആ വ്യക്തിയെ ആധാരമാക്കി ലോകത്തുള്ള സർവ്വ വ്യക്തികൾക്കും ഞങ്ങൾ മൈത്രി പ്രസരിപ്പിക്കും. ആ മൈത്രിയിൽ ഒരിക്കലും ദ്വേഷമില്ല, വൈരമില്ല, അപ്രമാണമാണ്, വികസിക്കുന്നതാണ്, ധാരാളമായിട്ട് ഉള്ളതാണ്. ഇപ്രകാരമാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. ഒരു വ്യക്തി ചായവുമായിട്ട് വന്നു എന്ന് കരുതുക. അത് ചുവപ്പ് ചായമായിരിക്കും, മഞ്ഞയായിരിക്കും, ഇൻഡിഗോ ആയിരിക്കും, അല്ലെങ്കിൽ പച്ച കലർന്ന ചുവപ്പായിരിക്കും. എന്നിട്ട് അവർ ഇങ്ങനെ പറയും: ഞാൻ ആകാശത്ത് ചിത്രങ്ങൾ വരയ്ക്കും, അവിടെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുത്തും. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്ത് കരുതുന്നു? ആ വ്യക്തിക്ക് ആകാശത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ദേ. എന്തുകൊണ്ടാണത്? എന്തെന്നാൽ ആകാശത്തിന് രൂപമോ ഭാവമോ ഒന്നും തന്നെ ഇല്ല. അവിടെ ചിത്രം വരയ്ക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ആ വ്യക്തി വളരെ പെട്ടെന്ന് ക്ഷീണിക്കും, എന്നിട്ട് മനപ്രയാസം ഉള്ളവനായിട്ട് തീരും. അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ നിന്ദിക്കുകയാണെങ്കിൽ അത് ഈ 5 പ്രകാരത്തിലായിരിക്കും നിന്ദിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്രകാരമായിരിക്കും നിങ്ങൾ അഭ്യസിക്കേണ്ടത്. നേരത്തെ പറഞ്ഞെല്ലാം റിപ്പീറ്റേഷനുണ്ട്. ഞങ്ങളുടെ മനസ്സിലുള്ള മൈത്രി ആ വ്യക്തിയിലേക്ക് അയക്കുന്നു. ആ വ്യക്തിയെ ആസ്പദമാക്കി ലോകത്തിലെ സർവ്വ ജീവികൾക്കും ഞങ്ങൾ മൈത്രി അയക്കുന്നു. ആ മൈത്രിയിൽ ദ്വേഷമില്ല, ശത്രുതയില്ല, ക്രോധമില്ല. അത് അപ്രമാണമാണ്, വർദ്ധിക്കുന്നതാണ്, ധാരാളമുള്ളതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തി കുറച്ച് ഉണക്കപ്പുല്ലിൽ തീയും കൊണ്ട് വരികയാണ് എന്ന് കരുതുക. എന്നിട്ട് അവർ ഇങ്ങനെ പറയും: ഞാൻ ഈ അഗ്നി കൊണ്ട് ഈ ഗംഗയെ തീ പിടിപ്പിക്കും, അതിനെ വറ്റിക്കും. ഭിക്ഷുക്കളെ, നിങ്ങൾ എന്ത് കരുതുന്നു? ആ വ്യക്തിക്ക് ആ പുൽപ്പന്തം കൊണ്ട് ഈ ഗംഗയെ വറ്റിക്കാനോ അല്ലെങ്കിൽ കത്തിക്കാനോ സാധിക്കുമോ? ഇല്ല ബന്ദേ. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഗംഗ വളരെ ആഴമുള്ളതാണ്, അതിരുകൾ ഇല്ലാത്തതാണ്. ഗംഗ ആഴവും അതിരുകളും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു പുല്ലിൻ്റെ അഗ്നിയാൽ അതിനെ കത്തിക്കാനോ വറ്റിക്കാനോ സാധിക്കാത്തത്. ആ വ്യക്തി ആത്യന്തികമായിട്ട് ക്ഷീണിക്കും, മനപ്രയാസം ഉണ്ടാകും. ഇതേപോലെ ആരെങ്കിലും നിങ്ങളെ ഇപ്രകാരത്തിൽ 5 പ്രകാരത്തിൽ നിന്ദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ വ്യക്തിയുടെ നേരെ നമ്മൾ മൈത്രി ചിത്തത്താൽ പ്രസരിപ്പിക്കും. ആ വ്യക്തിയെ ആസ്പദമാക്കി മുഴുവൻ ലോകത്തിലേക്കും മൈത്രി ചിത്തം പ്രസരിപ്പിക്കും. ആ മൈത്രി ചിത്തം വളരെ പരിശുദ്ധമാണ്. അതിൽ ദ്വേഷമോ ശത്രുതയോ ഇല്ല, അതിരുകളില്ല, എല്ലായിടത്തും പരക്കുന്നതാണ്. ഇപ്രകാരമാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഒരു കൊല്ലൻ്റെ ആലയിൽ ഒരു ബാഗ് ഉണ്ട് എന്ന് കരുതുക. അത് ഏതെങ്കിലും ജീവികളുടെ തോലുകൊണ്ടുള്ളതായിരിക്കും. അതിനെ നല്ല പോലെ മിനുസമാക്കിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും കാറ്റടിക്കുക. അതിൽ ഒരു തരത്തിലുള്ള ശബ്ദവും ഉണ്ടാകില്ല, കാരണം അത് വളരെ മിനുസമാണ്. അതേപോലെ തന്നെ മൃഗത്തിൻ്റെ ചർമ്മം കൊണ്ട് ഉണ്ടാക്കിയതാണ്.
അപ്പോൾ മറ്റൊരു വ്യക്തി ഒരു വടി അല്ലെങ്കിൽ കല്ലുമായിട്ട് അവിടെ എത്തി. എന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഈ ആലയിലെ ഈ മൃദുവായിട്ടുള്ള ഈ സാധനത്തെ ഈ വടി കൊണ്ടോ കല്ലുകൊണ്ടോ ശബ്ദമുണ്ടാക്കി കാണിക്കാം എന്ന് പറയും. എന്നാൽ ഭിക്ഷുക്കളെ, നിങ്ങൾ എന്ത് കരുതുന്നു? ആ വ്യക്തിക്ക് സോഫ്റ്റായിട്ടുള്ള ക്യാറ്റ് സ്കിന്നിനെ അതിനെ വടി കൊണ്ട് അടിച്ചും കല്ലുകൊണ്ട് കുത്തിയും അതിൽ ശബ്ദം കേൾക്കാൻ സാധിക്കുമോ? ഇല്ല ബന്ധേ. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ ക്യാറ്റ് സ്കിൻ ബാഗ് വളരെ നല്ല പോലെ അടിച്ച് പദം വരുത്തിയതാണ്. അതിൽ യാതൊരുവിധ സൗണ്ടും ഉണ്ടാകുകയില്ല. അതിനാൽ വടി കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ അതിൽ ഒരിക്കലും ശബ്ദമുണ്ടാക്കാൻ സാധിക്കില്ല. ആ വ്യക്തി അവസാനം തളരും. അതേപോലെ തന്നെ മനസ്സിന് ഡിപ്രഷനും ഉണ്ടാകും. അതേപോലെ തന്നെ ഈ 5 കാര്യങ്ങളാണ് മറ്റുള്ളവർ നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളെ നിന്ദിക്കാൻ ഉപയോഗിക്കുന്നത്. അവരുടെ സംസാരം സമയത്തായിരിക്കാം, ആ സമയത്തായിരിക്കാം. അവരുടെ സംസാരം സത്യമായിരിക്കാം, തെറ്റായിരിക്കാം. അവരുടെ സംസാരം സ്നേഹമുള്ളതായിരിക്കാം, പരുഷമായിരിക്കാം. അവരുടെ സംസാരം നമുക്ക് ഗുണകരമായിരിക്കാം, അല്ലെങ്കിൽ ദോഷകരമായിരിക്കാം. മൈത്രി ചിത്തത്തോടു കൂടിയായിരിക്കാം അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ദോഷചിത്തത്തോടു കൂടിയായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെ ഈ രീതിയിൽ നിന്ദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ഏതെങ്കിലും തരത്തിൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അഭ്യസിക്കണം: ഞങ്ങളുടെ മനസ്സിനെ ഇതൊന്നും തന്നെ ബാധിക്കില്ല. ഞങ്ങൾ ഒരിക്കലും ദേഷ്യത്താൽ സംസാരിക്കില്ല. ഞങ്ങൾ എപ്പോഴും അനുകമ്പയോടുകൂടി മാത്രമേ സംസാരിക്കുള്ളൂ. ചിത്തത്തിൽ മൈത്രിയോടുകൂടി മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഒരു കാരണവശാലും ദ്വേഷം ഞങ്ങളുടെ മനസ്സിൽ വരില്ല. ഞങ്ങൾ ആ വ്യക്തിയിലേക്കായിരിക്കും ആദ്യം മൈത്രി പ്രസരിപ്പിക്കുന്നത്, അതിനുശേഷം മറ്റുള്ളവരിലേക്ക്. ഇപ്രകാരമാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. ഇപ്രകാരം നിങ്ങളുടെ ചിത്തത്തിൽ മൈത്രി ആ വ്യക്തിക്ക് നേരെ പ്രസരിപ്പിക്കും. എന്നിട്ട് ആ വ്യക്തിയെ ആധാരമാക്കി ലോകത്തിലുള്ള സർവ്വവർക്കും നിങ്ങൾക്ക് മൈത്രി പ്രസരിപ്പിക്കും. ആ മൈത്രിയിൽ വൈര്യമില്ല, ദ്വേഷമില്ല, അഹങ്കാരമില്ല, അതിർവരമ്പുകളില്ല, അഹങ്കാരമില്ല, വളരെയധികം വിസ്തൃതമാകുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. ഏതെങ്കിലും ഒരു കൊള്ളക്കാരൻ അല്ലെങ്കിൽ കള്ളൻ 2 കൈകളും കൊണ്ട് 2 ആർക്കവാൾ അല്ലെങ്കിൽ അരിവാൾ പിടിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ ഓരോ കാലും മുറിച്ച് കളയുകയാണ്. ആ സമയത്ത് ഏതെങ്കിലും ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രൂരമായിട്ടുള്ള ഒരു വിചാരം വരികയാണെങ്കിൽ ആ വ്യക്തി എൻ്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ അഭ്യസിക്കണം: ഞങ്ങളുടെ മനസ്സ് ഒരിക്കലും മറ്റുള്ള കാര്യത്താൽ ബാധിക്കില്ല. ഞങ്ങൾ ഒരിക്കലും ദ്വേഷവചനം പറയില്ല. ഞങ്ങൾ എപ്പോഴും അനുകമ്പ ഉള്ളവരായിരിക്കും. മനസ്സിൽ മൈത്രി ഉള്ളവരായിരിക്കും. ഹൃദയത്തിൽ ഒരിക്കലും ദ്വേഷം ഉണ്ടാകില്ല. നമ്മൾ ആ വ്യക്തിയിലേക്ക് മൈത്രി അയക്കുന്നു. ആ വ്യക്തിയെ ആസ്പദമാക്കി പിന്നെ ലോകത്തിലുള്ള സർവ്വ വ്യക്തികൾക്കും മൈത്രി അയക്കുന്നു. ആ മൈത്രിയിൽ ദ്വേഷമില്ല, ക്രൂരതയില്ല, എല്ലായിടത്തും പരക്കുന്നതാണ്, വളരെ മഹത്ഗതമാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ്റെ സന്ദേശം ലോക സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി നമ്മളുടെ കാല് മുറിക്കുന്ന സമയത്ത് പോലും ആ വ്യക്തിയോട് നമ്മുടെ മനസ്സിൽ ഒരു കാരണവശാലും ദ്വേഷമുണ്ടാകരുത് എന്ന് പറയണമെങ്കിൽ എത്ര സമാധാനപ്രിയമായിട്ടുള്ള സന്ദേശമാണ് ബുദ്ധൻ്റേത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പരിശീലിക്കണം: ഞങ്ങളുടെ മനസ്സിൽ ഇതൊന്നും ബാധിക്കില്ല. ഞങ്ങൾ ഒരു കാരണവശാലും തെറ്റായിട്ടുള്ള വാക്കുകൾ പറയില്ല. ഞങ്ങൾ അവരോട് അനുകമ്പയുള്ളവരായിരിക്കും. ഞങ്ങളുടെ മനസ്സിൽ മൈത്രി മാത്രമായിരിക്കും, ദ്വേഷം ഉണ്ടാകില്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ മൈത്രി കൊണ്ട് ഞങ്ങൾ ആ വ്യക്തിക്ക് മൈത്രി പ്രസരിപ്പിക്കും. എന്നിട്ട് ആ വ്യക്തിയെ ആസ്പദമാക്കി ലോകത്തിലുള്ള എല്ലാ ജീവികൾക്കും മൈത്രി പ്രസരിപ്പിക്കും. ആ മൈത്രി എന്നുള്ളത് അതിൽ ദ്വേഷമില്ല, ക്രോധമില്ല, അനന്തമാണ്, മഹത്ഗതമാണ്. ഇപ്രകാരമാണ് നിങ്ങൾ അഭ്യസിക്കേണ്ടത്. ഇപ്രകാരം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഉപദേശത്തെ കാകചൂപമ, അതായത് അറക്കവാളിൻ്റെ അല്ലെങ്കിൽ അരിവാളിൻ്റെ ഉപദേശം എന്ന നിലയ്ക്ക് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഭിക്ഷുക്കളെ,
എത്ര വലിയ നിന്ദയാണെങ്കിലും, അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നിങ്ങൾക്ക് അത് സഹിക്കാൻ സാധിക്കില്ലേ? നിങ്ങൾക്ക് അത് സഹിക്കാതിരിക്കാൻ കഴിയുമോ? ഇല്ല ബന്ദേ. അതിനാൽ ഭിക്ഷുക്കളെ, നിങ്ങൾ വീണ്ടും വീണ്ടും ഈ രീതിയിലുള്ള അരിവാളിൻ്റെ ഈ ഉപദേശത്തെ നിങ്ങൾ ഓർക്കണം. ഇതുമൂലം നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ഹിതവും സുഖവും ഉണ്ടാകും. ഇതാണ് ബുദ്ധൻ പറഞ്ഞത്. തൃപ്തരായി ഭിക്ഷുക്കൾ ബുദ്ധൻ്റെ വചനത്തെ അഭിനന്ദിച്ചു. കാകചുപമ സൂത്തം അവസാനിച്ചു. ഈ സൂത്തം വളരെ പ്രേരണ നൽകുന്ന ഒരു സൂത്രമാണ്. ഗൃഹസ്ഥനായാലും സന്യാസിയായാലും ഈ ഒരു സൂത്രത്തെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത്, കേൾക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ നിത്യജീവിതത്തിൽ, ഗൃഹസ്ഥ ജീവിതത്തിലും ഇതേപോലെ തന്നെ നമ്മൾക്ക് പലപ്പോഴും നിന്ദയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ചീത്ത വാക്കുകളും കേൾക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ അകുശലധർമ്മം വരുത്താതെ കുശലധർമ്മം വരുത്തിക്കൊണ്ട് അവരോട് മൈത്രി തോന്നിയതിന് ശേഷം ആ മൈത്രി മൂലം ലോകത്തിലെ എല്ലാ പ്രാണികൾക്കും മൈത്രി അയക്കുകയാണെങ്കിൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് മുക്തി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ മൈത്രി മൂലവും നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ വിശുദ്ധമാക്കാം, നമ്മൾക്ക് മുക്തി നേടാം, അർഹന്തനാകാം. അതിനെ അപ്രമാണ ചേതോ വിമുക്തി എന്നാണ് പറയുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ കൂടുതൽ വീഡിയോകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പനേരം നമ്മൾക്ക് പുണ്യവിതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖം, സന്തോഷം ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.